പണ്ട് പണ്ട് സൂര്യദേവൻ്റെ വലംകൈയായിരുന്ന ഒരു ദൂതനുണ്ടായിരുന്നു. വെള്ളിയുടെ നിറമുള്ള, നക്ഷത്രങ്ങളുടെ ഭംഗിയുള്ള, ഒരു തൂവലുള്ള ഒരു പക്ഷി. ലോകത്തുള്ള മറ്റുള്ളവരുടെ സംസാരങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി സൂര്യദേവൻ പറഞ്ഞേൽപ്പിച്ചിരുന്നത് ഈ വെള്ളി നിറമുള്ള പക്ഷിയായിരുന്നു. നക്ഷത്രങ്ങൾ ചന്ദ്രനോട് പറയുന്നത് ചന്ദ്രനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു. നദികൾ കടലിൻ്റെ ഉപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടലിനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പിൻ്റെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കുവാൻ ഈ പക്ഷിക്ക് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് അഗ്നിദേവൻ്റെ നൃത്തം കണ്ടത്. വെള്ളി പക്ഷി സൂര്യനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു. സൂര്യൻ്റെ തേജസ് വിമർശിക്കാൻ ശ്രമിക്കുകയാണ് അഗ്നിദേവനെന്ന്. ഇത് കേട്ടതും സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചു. അവനെ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തൻ്റെ തേജസ്സും അഗ്നിയും ആ വെള്ളി നിറമുള്ള പക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് നേരെ അഗ്നിദേവൻ്റെ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ വെള്ളി നിറമുള്ള നക്ഷത്രങ്ങളുടെ ഭംഗിയുള്ള ആ ചിറകുള്ള പക്ഷി അത് കേൾക്കാൻ തീരുമാനിച്ചു. അവൻ അഗ്നിദേവൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ കയ്യിലിരുന്ന തീയുടെ പുകയെരിഞ്ഞ് പതുക്കെ വെള്ളി നിറം മങ്ങാൻ തുടങ്ങി. നക്ഷത്രങ്ങളുടെ ശോഭയും മാഞ്ഞു തുടങ്ങി. അഗ്നിദേവൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അവൻ തീർത്തും കരിക്കട്ടയായി ഒരു കാക്കയായി മാറിക്കഴിഞ്ഞിരുന്നു. താൻ പറഞ്ഞ പരദൂഷണത്തിൻ്റെ ഫലമാണ് ഈ സംഭവിച്ചതെല്ലാമെന്ന് അവന് മനസ്സിലായി. പരദൂഷണം പറഞ്ഞു നടന്നതുകൊണ്ട് സൂര്യദേവൻ അവനോടുള്ള കോപം 2 ഇരട്ടിയായിട്ട് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ്റെ പഴയ നിറവും സൗന്ദര്യവും അവന് തിരിച്ചു കൊടുക്കില്ല. നീ ഇനി മുതൽ മറ്റുള്ളവരുടെ എച്ചിൽ എടുത്ത് നടക്കുന്ന കാക്കയായി മാറട്ടെ എന്ന് അവനെ ശപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണത്രേ കാക്കയുണ്ടായത്.